ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ CV വർഗീസ് പായിക്കാട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിൻ്റെ 10ാമത്തെ ചോദ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു തോന്നലുണ്ടായി. ഞാനിങ്ങനെ കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇത് കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. തീർച്ചയായിട്ടും അല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയട്ടെ. ഇത് എല്ലാ മനുഷ്യർക്കും, ഏത് ഡിനോമിനേഷനിൽപ്പെട്ട ക്രൈസ്തവരാണെങ്കിലും അക്രൈസ്തവരാണെങ്കിലും ലോകത്തുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി ഈ പുസ്തകം ഒരു ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. കാരണം ഒരു യഥാർത്ഥത്തിൽ നാം ജീവിക്കേണ്ട രീതി ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം ഇതൊക്കെ ഈ പുസ്തകം പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ നമ്മോട് വെളിപ്പെടുത്തി തന്നത് യേശുക്രിസ്തുവാണെന്നും യേശുക്രിസ്തു ദൈവമാണെന്നും ഞാനും പിതാവും ഒന്നാവുന്നുള്ള വചനമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. പ്രിയപ്പെട്ട സഹോദരൻ, ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിലൂടെ സഞ്ചരിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ലോകം തരുന്ന സന്തോഷമല്ല നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അത് ചിലപ്പോൾ 1, 2, 3, 4 ദിവസത്തേക്കും ചിലർക്ക് വളരെ നൈമിഷികമായ ഒരു സന്തോഷത്തിലേക്കും ഒക്കെ മാത്രമേ മാറുകയുള്ളൂ. കാരണം അത് ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് നമുക്ക് തരികയില്ല. എന്നാൽ ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ വൈകുന്നേരം കിടക്കുന്ന നിമിഷം വരെ നമ്മൾ ദൈവം കൂടെയുണ്ടെന്നുള്ള ചിന്തയിൽ ജീവിച്ചാൽ നമ്മുടെ ഏത് പ്രശ്നവുമായിക്കോട്ടെ, എന്ത് പ്രശ്നം, ലോകത്തുള്ള സകലരും നമ്മെ തിരസ്കരിച്ചാലും, നമ്മുടെ ചുറ്റുപാടുമുള്ള സകലരും നമ്മളെ തിരസ്കരിച്ചാലും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും, ഒരു രോഗം നമ്മളെ തളർത്തിയാലും, ദൈവം അറിയാതല്ല എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, തരണം ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാം. ഇന്ന് ഞാൻ ഇത് നിങ്ങളോട് വീണ്ടും പറയുന്നത്, ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ, ഞാൻ ഒന്ന് പഠിക്കാനും നിങ്ങളിതൊന്ന് അറിയാനും ഒക്കെ ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങളുമായിട്ടിത് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം 12-ാം വാക്യം. 1-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ, വീണ്ടും പറയുന്നു, എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി, ആരാണ് ഈ പുത്രൻ? യേശുക്രിസ്തു. ഈ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതായത് പഴയ കാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ രീതികളിലൊക്കെ ദൈവം സംസാരിച്ചു. എന്നാൽ ഈശോയിലൂടെ ദൈവം നമുക്ക് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി നമ്മോട് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ഇതാണ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ വരവോടെ ദൈവം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ വരവോടെ ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ വരവോടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞുവോ? യേശുവിന് ശേഷം ഇനിയും വെളിപാടുകൾ തുടരണമോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന് നമ്മൾ ശരിയായ രീതിയിൽ ഈ ചോദ്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അവസാന വാക്കാണ്. ദൈവത്തിൻ്റെ അവസാനം, അതായത് ദൈവത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയത് ഈശോയിലൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവോടെ ദൈവം തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി. യേശുക്രിസ്തുവിൽ ദൈവം തന്നെ, അതിൻ്റെ ഉത്തരമാണ് ഞാനത് വായിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. യേശുക്രിസ്തുവിൽ ദൈവം തന്നെ ഭൂമിയിൽ വന്നു. യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശു. അവിടുന്ന് ദൈവത്തിൻ്റെ അവസാന വാക്കാണ്. ദൈവം ആരാണെന്നും നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമായത് എന്താണെന്നും യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് എല്ലാ കാലത്തെയും എല്ലാ മനുഷ്യർക്കും അറിയാൻ കഴിയും.
അത് ഏത് യുഗങ്ങളിൽപ്പെട്ട മനുഷ്യരാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റും. അതായത് ദൈവം എന്താണ് നമ്മോട് പറഞ്ഞത് യേശുക്രിസ്തുവിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോകുന്നത് ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടെ ദൈവത്തിൻ്റെ വെളിപാട് സമ്പൂർണവും സമാപ്തവുമായി. നമുക്ക് അത് ഗ്രഹിക്കാവുന്നതാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് കൂടുതൽ ആഴത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് ഈ യേശുക്രിസ്തുവിൻ്റെ ആ സുവിശേഷം മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ ആഴത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് ശക്തിപൂർവ്വം അവരുടെ ജീവിതത്തിലേക്ക്, മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ഇനി അതിനുശേഷം ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള വെളിപാടുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായത്. അതായത് ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞതും യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞതും ഒക്കെ ഈ വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. അതായത് വെളിപാട് കഴിഞ്ഞു, ദൈവത്തെ വെളിപ്പെടുത്തി യേശുക്രിസ്തുവിലൂടെ, സുവിശേഷത്തിലൂടെ. എന്നാൽ ഈ വെളിപ്പെടുത്തലുകളിലൂടെ, അതായത് ലൂർദിലുമൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട്, ഇന്നും അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ സന്ദേശങ്ങൾ വരുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആഴമാണ്. അതായത് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന വെളിപാടുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വെളിപ്പെടുത്തൽ, ഇപ്പോൾ ലൂർദ് അല്ലെങ്കിൽ ഗൗദലൂപ്പെ, മെഡ്ജുഗോറി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആ കാര്യങ്ങളൊക്കെ സഭയാണ് ആധികാരികമായിട്ട് അതിനെ പരിശോധിച്ച് പഠിച്ച് അതിനെ നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. സഭയില്ലാതെ, സഭ പറയാതെ അത് നമുക്ക് ഒരാധികാരികമായി അതിനെക്കുറിച്ച് അതിങ്ങനെയാണ്, ശരിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ അധികാരവും അവകാശവുമില്ല. കാരണം സഭ തന്നെ അത് പറയണം. എന്നാൽ ഈ വെളിപ്പെടുത്തലുകൾ, എല്ലാ സ്ഥലങ്ങളിലും നടന്ന വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധമ്മയുടെ വെളിപ്പെടുത്തലുകളൊക്കെ യേശുക്രിസ്തുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, അവനിൽ വിശ്വസിക്കണം, എൻ്റെ പുത്രനിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടാൻ സഹായകരമായ രീതിയിൽ വചനങ്ങൾ പഠിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തന്നെ കുറച്ചധികം സമയം പോയി എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ ആഗ്രഹമാണ് വചനം പഠിക്കണം, നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളുമൊക്കെ പഠിക്കണം, വചനത്തിൽ ജീവിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം സമയങ്ങൾ നമുക്ക് പ്രാർത്ഥനയിലും, ഇനിയുള്ള ഒരുപാട് സമയങ്ങളൊന്നും ഇല്ല, നമ്മുടെ സമയങ്ങളൊക്കെ വൈകി പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൈവത്തിലേക്ക് അടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കണമെന്നൊരു ഒരു ചെറിയ ആഗ്രഹം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി